കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്യാമ്പിൻ്റെ 3-ാം ദിവസം വൈകുന്നേരത്തെ ബൈബിൾ ക്ലാസ്സിനുള്ള ബന്ധത്തിൽ ഇത്രയും സഹോദരി സഹോദരന്മാർക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് അനുവദിച്ചു. പ്രത്യേകിച്ച് സഭയോട് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. ഈ നിലയിൽ ക്രമീകരിച്ച ഈ ക്യാമ്പിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന സ്ഥലം സഭയോടും എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹത്തോടും മാതൃകാപരമായി ഈ സ്ഥലം സഭ മുൻപോട്ട് പോകുന്നുണ്ട് എന്ന് കേൾപ്പാനിടയായി. ഇന്ന് വൈകുന്നേരം അല്പസമയം പ്രിയ ബിബിൻ ബ്രദറുമായിട്ട് സംസാരിച്ചപ്പോൾ തിങ്കളൊഴികെയുള്ള തിങ്കളാഴ്ചയുമുണ്ട്, ബാക്കി എല്ലാ ദിവസങ്ങളിലും അനേക ആക്ടിവിറ്റീസുള്ള ഒരു സഭയാണ്. അത് കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ടായി. വളരെ മാതൃകയോടുകൂടെ സ്ഥലം സഭ മുൻപോട്ട് പോകുന്നു. അതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. യുവതി യുവാക്കൾക്കായിട്ടുള്ള പ്രത്യേക മീറ്റിംഗ്, സഹോദരന്മാരുടേത് സഹോദരിമാരുടേത്, പരസ്യ പ്രവർത്തനങ്ങൾ, സൺഡേ സ്കൂള്, ഇങ്ങനെ ബൈബിൾ ക്ലാസ് എല്ലാം വളരെ അനുഗ്രഹത്തോടെ പോകുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് അനേക സഭകളിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെ ശുഷ്കിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇവിടെ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ഇന്നും നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. നല്ലൊരു നേതൃത്വത്തെ, കാഴ്ചപ്പാടുള്ള നല്ലൊരു ആത്മീയ നേതൃത്വത്തെ കർത്താവ് ഈ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അവരെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുകയാണ്. നാം അബ്രഹാമിൻ്റെ കുടുംബം എന്ന വിഷയമാണ് ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 5 പ്രത്യേകതകൾ ആ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചു. ദൈവിക ശബ്ദം തിരിച്ചറിഞ്ഞ ഒരു കുടുംബമായിരുന്നു. ദൈവഹിതപ്രകാരം തിരഞ്ഞെടുപ്പ് നടത്തിയ ഒരു കുടുംബമാണ്. ദൈവികമായ പദ്ധതിക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന ഒരു കുടുംബമായിരുന്നു. ദൈവദൂതന്മാരെ ആദരിച്ച, സൽക്കരിച്ച ഒരു കുടുംബമായിരുന്നു. ദൈവിക പ്രമാണമനുസരിച്ച് തലമുറയെ വളർത്തിയ ഒരു കുടുംബമായിരുന്നു. ഈ 5 പ്രത്യേകതകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. ആ വിഷയങ്ങളൊന്നും ഇനിയും ആവർത്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒടുവിലത്തെ ക്ലാസ്, അതായത് ഇന്ന് പകൽ നാം ചിന്തിച്ച വിഷയം ദൈവിക പ്രമാണമനുസരിച്ച് തലമുറയെ വളർത്തിയ ഒരു കുടുംബം എന്ന നിലയിലാണ്. ആ ക്ലാസ് കഴിഞ്ഞ് പ്രിയ ഷീബമാമ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഇന്ന് രാവിലെ അമ്മാമയും ഏകദേശം ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ക്ലാസ് എടുത്തതെന്ന് അറിഞ്ഞു. ഞങ്ങൾ രണ്ടും ആലോചിച്ചെടുത്തതല്ല, ഒരു പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ആ നിലയിൽ പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. തലമുറയെ ദൈവിക പ്രമാണമനുസരിച്ച് വളർത്തിയ ഒരു കുടുംബമായിരുന്നു. അതിൻ്റെ ചില വാക്യങ്ങളൊക്കെ നാം അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് പകലത്തെ ക്ലാസ്സിൽ വായിച്ചതാണ്. അബ്രഹാമിൻ്റെ മരണത്തിന് മുൻപ് അബ്രഹാം തൻ്റെ മകൻ ഇസ്ഹാക്കിന് ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ എലിയാസറിനെ പറഞ്ഞയക്കുമ്പോൾ ഒരു ഉടമ്പടി ചെയ്യിച്ച്, സത്യം ചെയ്യിച്ചാണ് എലിയാസറിനെ അയക്കുന്നത്. കനാന്യ സ്ത്രീകളിൽ നിന്ന് ഒരു ഭാര്യയെ എടുക്കുകയില്ല എന്ന നിലയിൽ സത്യം ചെയ്യിച്ചുകൊണ്ടാണ് എലിയാസറിനെ അയക്കുന്നത്. അതുമാത്രമല്ല, 25-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ മരണത്തിന് മുൻപ് വെപ്പാട്ടികളുടെ മക്കളിൽ നിന്ന് ദൈവം അബ്രഹാം തൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ വേർപെടുത്തുന്ന വിഷയവും നാം ചിന്തിച്ചതാണ്. അതായത് വാഗ്ദത്ത സന്തതിയിലൂടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി നിറവേറേണ്ടത്. അതുകൊണ്ട് അബ്രഹാം മരണത്തിനു മുൻപ് വെപ്പാട്ടികളുടെ മക്കളെ കിഴക്ക് ദേശത്തേക്ക് പറഞ്ഞ് അയക്കുകയാണ്. അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. അബ്രഹാം ഇസ്ഹാക്കിനോടുള്ള ബന്ധത്തിൽ എലിയാസറിനെ ഈ നിലയിൽ പറഞ്ഞ് യാത്ര അയക്കുമ്പോൾ ഇസ്ഹാക്ക് തൻ്റെ മകൻ യാക്കോബിനോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നാം ആ വിഷയം ചിന്തിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനോട് പറയുകയാണ്, നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. ആ ഉപദേശം ഇസ്ഹാക്കിന് അപ്പനിൽ നിന്ന് ലഭിച്ചതാണ്. അത് ഇസ്ഹാക്കും തൻ്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതായി നാം കാണുവാൻ ഇടയായിത്തീരുന്നുണ്ട്. ഇന്ന് പകലത്തെ ക്ലാസ്സിൽ നാം അല്പം വിശദമായി തന്നെ ആ വിഷയം ചിന്തിച്ചതാണ്. ഇനി ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാതാപിതാക്കളായ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമാണ് അടുത്ത ഒരു തലമുറയെ കർത്താവിനെ സ്നേഹിക്കുന്ന, ദൈവസഭയെ സ്നേഹിക്കുന്ന,
ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമ്മാലാവോളം നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് അധ്വാനിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ ഇടയായി തീരട്ടെ. ഇനി അടുത്ത അബ്രഹാമിൻ്റെ ഒരു പ്രത്യേകത നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ഒരു പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുവാൻ ഇടയായി തീരുന്നത്. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ലോത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. താഴോട്ടുള്ള വാക്യങ്ങളിൽ അബ്രഹാം ഇടിവിൽ നിൽക്കുകയാണ്. ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിനുശേഷം താഴോട്ട് അതിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇടിവിൽ നിൽക്കുകയാണ്. അതായത് ലോത്തിനു വേണ്ടി, തൻ്റെ സഹോദര പുത്രനാണ് ലോത്ത്. ചില നാളുകൾക്ക് മുൻപ് രണ്ടുപേരും ബഹുസമ്പന്നരായി തീർന്നതുകൊണ്ട് ലോത്ത് നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ലോത്ത് സ്വന്തമായിട്ടുള്ള തീരുമാനത്തിൽ യാത്രയായതാണ്. സോദോം വരെ ലോത്ത് കൂടാരം നീക്കി അടിച്ചു. ഒടുവിൽ ദൈവത്തിൻ്റെ ന്യായവിധി ആ സോദോമിൻ്റെ മേൽ ഇറങ്ങി വരുവാനായിട്ട് പോവുകയാണ്. ആ സമയം അബ്രഹാം ലോത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരുക. അബ്രഹാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന ഒരു പ്രയോഗം അവിടെ ഇല്ല എങ്കിലും ആ 22-ാം വാക്യത്തിൽ അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു എന്ന് വായിക്കുന്നു. അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അതുമാത്രമല്ല, അബ്രഹാമിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് മുതൽ മുൻപോട്ടുള്ള പല അധ്യായങ്ങളിലും അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവശബ്ദം കേൾക്കുന്ന അബ്രഹാം, ദൈവത്തോട് സംസാരിക്കുന്ന അബ്രഹാം, ദൈവശബ്ദം അനുസരിക്കുന്ന അബ്രഹാം, നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അബ്രഹാം എന്നുള്ളത്. അബ്രഹാം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന പ്രയോഗമൊന്നും ബൈബിളിൽ കാണുന്നില്ല എങ്കിലും തൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവവുമായി ഒരു ആത്മീയമായ ബന്ധം പുലർത്തിയ ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ സംസാരം കേൾക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും സമയം കണ്ടെത്തിയ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബമായിരുന്നു അബ്രഹാമിൻ്റെ കുടുംബം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് പഴയ നിയമത്തിൽ അനേക വേദഭാഗങ്ങളോടുള്ള ബന്ധത്തിൽ ആ വിഷയം നമുക്ക് തിരിച്ചറിയാം. അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. അബ്രഹാമിനോട് യഹോവയായ ദൈവം സംസാരിക്കുവാനൊക്കെ ഇടയായി തീരുകയാണ്. ഇന്ന് ഈ വൈകിയ സമയം എൻ്റെ പ്രിയ സഹോദരന്മാരോട് ആ വിഷയം ഇങ്ങനെയൊന്ന് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ഏത് കുടുംബമാണ് പ്രാർത്ഥിക്കാത്തത്? എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ പ്രാർത്ഥനയിൽ തന്നെ വ്യത്യസ്ത നിലയിലുള്ള പ്രാർത്ഥനയുണ്ട്. അത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണ്. വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങളിലും അനേക വേദഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് വ്യക്തിപരമായ പ്രാർത്ഥന. അബ്രഹാമിൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. മോശയുടെ വ്യക്തിപരമായ പ്രാർത്ഥന പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. യോസേഫിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. യോശുവയുടെ പ്രാർത്ഥനയെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. അനേക പ്രവാചകന്മാരുടെ പ്രാർത്ഥനയെക്കുറിച്ച് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. എസ്രായുടെ പ്രാർത്ഥനയെക്കുറിച്ച് എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നെഹമ്യാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. താൻ മുൻപ് ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ വിഷയം നമുക്കറിയാം. ദാരിയാവേശ് ഒരു രേഖ
ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക. ദാര്യാവേശിനെ അല്ലാതെ മറ്റ് ആരെയെങ്കിലും നമസ്കരിക്കുവാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ വേറെ ആരെയെങ്കിലും നമസ്കരിച്ചാൽ അവരെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ടുകളയണം. ഒരു വലിയ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുക. ഈ കൽപ്പന എഴുതിയെന്ന്, ഈ രേഖ എഴുതിയെന്ന് കേട്ടപ്പോൾ ദാനിയേൽ മുൻപ് ചെയ്ത് വന്നതുപോലെ, താൻ മുൻപ് ചെയ്തു വന്നതുപോലെ 3 വട്ടം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന വ്യക്തിപരമായി കർത്താവ് എത്രയോ വട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഗത്സമന തോട്ടത്തിൽ തൻ്റെ അരുമ ശിഷ്യന്മാരിൽ നിന്ന് അല്പം മുൻപോട്ട് പോയി കവിണ്ണു വീണ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവൻ ഉയർന്ന മലയിൽ കയറി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാര്, കർത്താവിൻ്റെ അപ്പോസ്തലന്മാര്, എത്രയോ ആളുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയെക്കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ബൈബിൾ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ പ്രാർത്ഥന എന്നുള്ളത്. വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, സഭയുടെ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ ദൈവവചനത്തിലുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് നാം സമയം കണ്ടെത്തേണ്ടവരാണ്. 24 മണിക്കൂർ ഒരു ദിവസമുണ്ട്. 1400-ൽ പരം മിനിറ്റുകൾ നമുക്കൊരു ദിവസം കിട്ടുന്നുണ്ട്. അതിൽ ചില മിനിറ്റുകളെങ്കിലും വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നാം സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അബ്രഹാം ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. തൻ്റെ സഹോദരപുത്രനായ ലോത്തിനു വേണ്ടി അബ്രഹാം ലോത്തിനു വേണ്ടി നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല. അബ്രഹാമിന് ഇങ്ങനെ ചിന്തിക്കാം, അവൻ ചെയ്തതിൻ്റെ അവൻ അനുഭവിക്കട്ടെ, അവൻ സ്വയമായി വരുത്തി വെച്ചത് അവൻ ചെയ്തതിൻ്റെ അവൻ അനുഭവിക്കട്ടെ, അവൻ നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് പോയതിൻ്റെ അല്ലേ അവൻ അനുഭവിക്കുന്നത്, അതുകൊണ്ട് അവൻ അനുഭവിച്ചു കൊള്ളട്ടെ. അബ്രഹാമിന് അത് ചിന്തിക്കാം. പക്ഷേ അബ്രഹാം അങ്ങനെ ചിന്തിക്കുന്നില്ല. അബ്രഹാം ലോത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. അബ്രഹാം ലോത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ജാഗരിക്കുകയാണ്. അബ്രഹാം ലോത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുകയാണ്. ഇന്ന് ഈ വൈകിയ സമയം എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ആ വിഷയം ഇങ്ങനെയെന്ന് പറയട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരോടുള്ള ബന്ധത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്തുള്ള കാര്യങ്ങളാണ് ആ വേദഭാഗത്തുള്ളത്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. യെരൂശലേം പുത്രിമാരോട് കർത്താവ് പറയുകയാണ്, കർത്താവിനെ ഓർത്ത് അവർ കരയേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് ഈ ഭൂമിയിൽ വന്ന ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പിതാവായ ദൈവം തയ്യാറാക്കിയ ആ പദ്ധതി പുത്രനാം ദൈവം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പുത്രനാം ദൈവം പൂർത്തീകരിക്കുന്നതിൽ മറ്റുള്ളവരാരും കരയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആരും എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവിൻ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ദൈവവചനം വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്യാമ്പിൽ ദാനിയേലിൻ്റെ ഒരു പഠനമാണല്ലോ ഒരു ബുക്കായിട്ട് പ്രിന്റ് ചെയ്ത് നമ്മുടെയൊക്കെ കയ്യിൽ ലഭിച്ചിട്ടുള്ളത്. അതിൽ ഒരു വിഷയമാണ് ദാനിയേലിൻ്റെ പ്രാർത്ഥന എന്നുള്ളത്. ദാനിയേലിൻ്റെ പ്രാർത്ഥന കേവലം ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനല്ല ദാനിയേൽ.
അതിനു മുൻപുള്ള അധ്യായങ്ങൾ, 1-ാം അധ്യായം മുതൽ മുൻപോട്ടുള്ള ഓരോ അധ്യായങ്ങൾ നാം പഠിക്കുമ്പോഴും ദാനിയേലിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ഈ 10 ദിവസം ശാഖപദാർത്ഥവും പച്ചവെള്ളവും കൊടുത്ത് അവർ ആ ഒരു പരീക്ഷാ കാലഘട്ടത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും എൻ്റെ സഹോദരി സഹോദരന്മാർ ഇങ്ങനെ പറയട്ടെ, അവർ കണ്ണുനീരോടെ ആ ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. 3-ഉം 4-ഉം അധ്യായങ്ങളിലൊക്കെ ദാനിയേലിന്റെ പ്രാർത്ഥനയുണ്ട്. 6-ഉം 7-ഉം അധ്യായങ്ങൾ അവിടെയും ദാനിയേലിന്റെ പ്രാർത്ഥനയുണ്ട്. ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. തന്റെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിലും ദാനിയേലിന് പ്രാർത്ഥിക്കുവാനായിട്ട് സമയമുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ചോദ്യം, ഈ ദാനിയേൽ ആരായിരുന്നു? ന്യായമായ ഒരു ചോദ്യം. ദാനിയേൽ ആരായിരുന്നു? ദാനിയേല് ഒരു ദേശത്തിൻ്റെ 3 പ്രസിഡന്റുമാരിൽ ഒരുവനായിരുന്നു. ഭൗതികമായ നിലയിൽ, ഭൗമികമായ നിലയിൽ എത്രയോ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് 3 പ്രസിഡന്റുമാരിൽ ഒരുവനാണ് ദാനിയേൽ. ആ ദാനിയേലിന് വ്യക്തിപരമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സമയമുണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തു വന്നതുപോലെ 3 വട്ടം, അത് തൻ്റെ മുൻപ് ചെയ്തു വന്നുവെന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു പ്രാർത്ഥന എന്നുള്ളത്. വളരെ ആത്മാർത്ഥതയോടെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ എത്ര പേർക്ക് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീരും? വളരെ തിരക്കുള്ളവരാണ്, വളരെ ബന്ധപ്പാടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഭൗമികമായി വളരെ തിരക്കുള്ളവരാണ്. എന്നാൽ ദാനിയേലിനെ പോലെ ഉന്നതമായ പദവിയിലുള്ളവരൊന്നും നമ്മുടെ ഇടയിലില്ല. ദാനിയേൽ ഒരു ദേശത്തിന്റെ ആ 3 പ്രസിഡന്റുമാരിൽ ഒരുവനായിരുന്നു. ആ ദാനിയേലിന് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാൻ സമയമുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് നാം സമയം കണ്ടെത്തണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ആരും എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവീൻ എന്ന്. നാം വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ സദൃശവാക്യം 31-ാം അധ്യായം, സദൃശവാക്യം 31-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം തന്നെയാണ്. സദൃശവാക്യം 31-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവൾ കച്ചവട കപ്പൽ പോലെ ആകും. ഇത് സഹോദരിമാരോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഈ അധ്യായത്തിൽ 31-ാം അധ്യായത്തിൽ സഹോദരിമാരോടുള്ള ബന്ധത്തിൽ ധാരാളം കാര്യങ്ങൾ ശലോമോൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 10-ാം വാക്യം, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുകളിലും ഏറ്റവും, ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു. അങ്ങനെ താഴോട്ട് വരുമ്പോൾ അവൾ 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 എന്ന് പറഞ്ഞുകൊണ്ട് അനേക വിഷയം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 14-ാം വാക്യത്തിൽ അവൾ കച്ചവടക്കപ്പൽ പോലെ ആകുന്നു. എന്താണ് ഈ കപ്പലിൻ്റെ ഉത്തരവാദിത്വം? ഒരു തുറമുഖത്ത് നിന്ന് വേറൊരു തുറമുഖത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുക. കൊച്ചിയിൽ കപ്പലിൻ്റെ തുറമുഖമുണ്ട്. അനേക സാധനങ്ങൾ അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കപ്പലിൽ കയറ്റി അയക്കും. ഒരു കച്ചവട കപ്പലിൻ്റെ ഉത്തരവാദിത്വം അതാണ്. ഒരു സ്ഥലത്തുള്ള സാധനങ്ങൾ വേറൊരു തുറമുഖത്തോട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഒരു കച്ചവട കപ്പലിൻ്റെ ഉത്തരവാദിത്വമാണ്. ശലോമോൻ പറയുന്നു, സാമർഥ്യമുള്ള ഭാര്യയുടെ അനേക ഗുണങ്ങളിൽ ഒരു ഗുണം, അവൾ ഒരു കച്ചവട കപ്പൽ പോലെയാണ്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സ്വർഗത്തിൽ നിന്ന് വലിയവനായ ദൈവം നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ആത്മീയ ഭൗതികമായ നന്മകൾ ആ തുറമുഖത്തു നിന്ന് നിങ്ങളുടെ കുടുംബമാകുന്ന തുറമുഖത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വമാണ്. കണ്ണുനീരോടുകൂടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന ആത്മീയ ഭൗതിക നന്മകൾ ആ തുറമുഖത്തു നിന്ന് കുടുംബമാകുന്ന തുറമുഖത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു സാമർഥ്യമുള്ള ഭാര്യയുടെ ഗുണമാണ്.
സഹോദരിമാരെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് കർത്താവ് യെരൂശലേം പുത്രിമാരോടും പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുകയും. സഹോദരിമാരോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. എത്ര സഹോദരിമാരുണ്ട് ഒരു കച്ചവടക്കപ്പൽ പോലെ കുടുംബത്തിൽ ജീവിക്കുന്നത്. വളരെ ഗൗരവത്തോടെ ഈ നാളുകളിൽ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ ഭൗതികമായ അനേകം നേട്ടങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഭർത്താവിന്റെ അധ്വാനത്തെക്കാൾ കൂടുതൽ നിങ്ങൾ അധ്വാനിച്ച് കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ കുടുംബത്തിന്റെ ഭൗതിക അടിത്തറ തന്നെ നിങ്ങളെ ആശ്രയിച്ചു കൊണ്ടായിരിക്കാം. എന്നാൽ എൻ്റെ സഹോദരിമാരോട് വളരെ ഗൗരവത്തോടുകൂടെ ഒരു വിഷയം ചോദിക്കട്ടെ. എത്ര സഹോദരിമാരുണ്ട് കുടുംബത്തിൽ കച്ചവടക്കപ്പൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്ന ആത്മീക ഭൗതിക നന്മകൾ പ്രാർത്ഥനയിലൂടെ കൊണ്ടുവരുന്ന എത്ര സഹോദരിമാരുണ്ടെന്ന് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിപ്പാൻ ഇടയായി തീരണം. ഇങ്ങനെയുള്ള ക്യാമ്പുകളിലൊക്കെ നമ്മെ തന്നെ ഒന്ന് കാണുവാൻ ഉള്ള സമയമായി തീരണം. കേവലം 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പിൽ സംബന്ധിച്ചു, ആത്മീയ സന്തോഷം അനുഭവിച്ചു. വളരെ ആത്മീയ സന്തോഷമായിരുന്നു. എല്ലാവരുമായിട്ട് ഒരുമിച്ചൊന്ന് കണ്ടു, എല്ലാവരുമായിട്ട് ഒരുമിച്ച് ചില നാളുകൾക്ക് ശേഷം ഒരു ആത്മീയ സമ്പർക്കം, ഒരു ആത്മീയ കൂട്ടായ്മ അനുഭവിച്ചു. തിരികെ ഭവനങ്ങളിലേക്ക് പോവുക. കർത്താവ് ആയുസ്സും ആരോഗ്യം നൽകുന്നുവെങ്കിൽ അടുത്ത വർഷവും ഏപ്രിൽ ഇതേ ക്യാമ്പിന് വേണ്ടി കടന്നു വരിക. ഇതല്ല ജീവിതത്തിൽ വേണ്ടിയത്. ചില മാറ്റങ്ങളുമായിട്ട് വേണം സഹോദരിമാര് ഓരോ ക്യാമ്പും കഴിഞ്ഞ് കുടുംബങ്ങളിലേക്ക് പോകുവാൻ. ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. വ്യക്തിപരമായ പ്രാർത്ഥന ജീവിതത്തിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്ന സഹോദരിമാർ ഈ നാളുകളിൽ എഴുന്നേൽക്കണം. വ്യക്തിപരമായ പ്രാർത്ഥന, പ്രത്യേകിച്ച് ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, എൻ്റെ പ്രിയ സഹോദരിമാരോട് ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവം നിങ്ങൾക്ക് തന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളെ ദൈവം ഭരമേൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അല്ലെങ്കിൽ ഈ നാളുകളിലൊക്കെ പ്രായമുള്ള അനേക വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഒക്കെ മരിക്കുമ്പോൾ ഈ മക്കളും കൊച്ചുമക്കളും ഒക്കെ വളരെ കണ്ണുനീരോടുകൂടെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. അതിൽ ഭൂരിഭാഗം മക്കളും കൊച്ചുമക്കളും ഒക്കെ പറയുന്ന ഒരു വിഷയം ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു, രാത്രിയിലൊക്കെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വല്യപ്പച്ചനായിരുന്നു. ഇങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഈ നാളുകളിൽ നാം ധാരാളം കേൾക്കാറുണ്ട്. എന്നാൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഇങ്ങനെ ചോദിക്കട്ടെ, നമ്മളെക്കുറിച്ച് നമ്മുടെ തലമുറ എന്താണ് പറയുവാനായിട്ട് പോകുന്നത്? നമ്മളെക്കുറിച്ച് അടുത്ത ഒരു തലമുറ എന്താണ് പറയുവാനായിട്ട് പോകുന്നത്? നമ്മുടെ പ്രാർത്ഥന അടുത്ത ഒരു തലമുറ കാണാറുണ്ടോ? നാം കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കൾ കാണാറുണ്ടോ? ഇങ്ങനെയൊന്ന് ചോദിക്കട്ടെ. ഈ 2024 3 മാസം, അതിന് മുൻപുള്ളത് വേണ്ട, 2024 ഈ 3 മാസത്തെ കഴിഞ്ഞ 3 മാസം എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഇങ്ങനെ ചോദിക്കട്ടെ, പ്രത്യേകിച്ച് സഹോദരിമാരോട് ചോദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് തന്ന മക്കൾ നിങ്ങൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത് കാണുവാനിടയായി തീർന്നിട്ടുണ്ടോ? പ്രിയ സഹോദരിമാരെ, വളരെ ഗൗരവത്തോടുകൂടെ ആ വിഷയം ചിന്തിക്കേണ്ടത്. നിങ്ങൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത് അടുത്ത തലമുറ അത് കാണുവാനിടയായി തീരണം. ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള സഹോദരിമാരുടെ ക്യാമ്പിൽ പറയാറുള്ള ഒരു വിഷയം എൻ്റെ മമ്മിയുടെ കാര്യം തന്നെയാണ്. എൻ്റെ അമ്മയുടെ ഒരു വലിയ സാക്ഷി. ഞാൻ പല സഹോദരിമാരുടെ ക്യാമ്പിലും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മയായ നാൾ മുതൽ ഞാൻ കേൾക്കുന്ന ഒരു വിഷയമാണ് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും കരച്ചിൽ. വെളുപ്പിനെ ഒരു 4:45 മുതൽ ഏകദേശം ഒരു 5:05 വരെയുള്ള സമയം എത്രയോ നാളുകളായി ഞാൻ കേൾക്കുന്ന ഒരു വിഷയമാണ്. എൻ്റെ യൗവനകാലത്തല്ല, ഈ അടുത്ത സമയം വരെയും ഞാൻ കേൾക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം.
ഒരു വിഷയം ഇങ്ങനെ പറയട്ടെ, ഞാനൊരു ദൈവദാസനാകണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്, കർത്താവിന്റെ പദ്ധതിയാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട്. എൻ്റെ അമ്മയുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാണ്. 5-6 വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ അമ്മ എവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വിഷയം പറഞ്ഞാലും അമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ മകനൊരു സുവിശേഷകൻ, ഒരു ദൈവദാസനായി തീരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുള്ളത്. ഞങ്ങളുടെ സഭയിൽ എല്ലാ മാസവും ആദ്യത്തെ വെള്ളി സാക്ഷിയോഗമുണ്ട്. 1-ാം വെള്ളി സാക്ഷിയോഗമാണ്. ആ സാക്ഷിയോഗത്തിൽ എൻ്റെ അമ്മ എഴുന്നേറ്റ് നിൽക്കും. അന്ന് 5-6 വയസ്സേ ഉള്ള എനിക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കണ്ണുനീരോടുകൂടെ എൻ്റെ മാതാവ് പറയുന്ന ഒരു സാക്ഷ്യം ഇതാണ്, എൻ്റെ മകൻ ഒരു ദൈവദാസനായി തീരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. സഹോദരിമാരോട് ചോദിക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര സഹോദരിമാര് ഈ കാലഘട്ടത്തിലുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്? എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നാം ഓടാറുണ്ട്, പോകാറുണ്ട്. എന്നാൽ കുടുംബങ്ങളിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരിമാരും അമ്മമാരും ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പാൻ ഇടയായി തീരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 126-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്ന ഒരു വേദഭാഗം നമുക്കറിയാവുന്ന വിഷയം തന്നെയാണ്. 126-ാം സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യങ്ങളാണ്. 126-ാം സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യങ്ങൾ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ എന്താ? ആർപ്പോടെ കൊയ്യും. ഒരു വിത്ത് വിതയ്ക്കുവാൻ പുറപ്പെടുന്ന മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. നമുക്കറിയാം, വിത്ത് വിതയ്ക്കുക എന്നുള്ളത് അതിൻ്റെ പിൻപിൽ വലിയ കഠിനാധ്വാനമുണ്ട്. ഒരു കർഷകൻ വളരെ കഠിനാധ്വാനത്തോടു കൂടിയാണ്, വളരെ വിയർപ്പോടുകൂടിയാണ് വിത്ത് വിതയ്ക്കുന്നത്. എന്നാൽ ആ വിത്ത് വിതയ്ക്കും, ആ വിത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആവോളം അധ്വാനിച്ചതിന് ശേഷം അത് വളർന്ന് വലുതായി അതിൻ്റെ ഫലം ശേഖരിക്കുമ്പോൾ എത്ര സന്തോഷത്തോടുകൂടിയാണ് തിരിച്ചു വരുന്നത്. കഴിഞ്ഞ നാളുകൾ ആ മനുഷ്യൻ അനുഭവിച്ച വേദനയെല്ലാം മറന്നുപോകും. ആ മനുഷ്യൻ ഏറ്റ ചൂടിന്റെ കാഠിന്യമെല്ലാം മറന്നുപോകും. ആ മനുഷ്യൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെല്ലാം മറന്നുപോകും. ആ ഫലം സന്തോഷത്തോടുകൂടെ എടുക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ ഇങ്ങനെ പറയട്ടെ, ഇന്ന് നാം കണ്ണുനീരോടെ വിതച്ചാൽ, ഇന്ന് നാം കണ്ണുനീരോട് ചില കാര്യങ്ങൾ വിതച്ചാൽ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇന്ന് കണ്ണുനീര് വിതച്ചാൽ, ആർപ്പോടെ കൊയ്യുന്ന നാളുകൾ നമ്മുടെ മുൻപിൽ ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഇന്ന് തിന്നും കുടിച്ചും സന്തോഷിച്ചും ഇഷ്ടമുള്ളതുപോലുമൊക്കെ ജീവിച്ച് ഇന്ന് സന്തോഷത്തോടെ ജീവിച്ചാൽ കണ്ണുനീർ കൊയ്യുന്ന നാളുകൾ നമ്മുടെ മുൻപിൽ ഉണ്ടെന്നുള്ളത് നാം മറന്നു പോകരുത്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. ഇത് രണ്ടിൽ എൻ്റെ സഹോദരിമാരോട് വളരെ ഭയത്തോടു കൂടിയാണ് പറയുന്നത്, വളരെ ഭയത്തോടുകൂടിയാണ് പറയുന്നത്. എൻ്റെ സഹോദരിമാരെ, കുടുംബങ്ങളിൽ വളരെ ഭയത്തോടുകൂടെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കേവലം 2-3 കുഞ്ഞുങ്ങളെ ദൈവം നൽകിയെങ്കിൽ അതിനെ ഇഷ്ടമുള്ളതുപോലെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. മാതൃകയോടും ദൈവഭയത്തോടും കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ സഹോദരിമാരുടെ ഇങ്ങനെ പറയട്ടെ, അതിൻ്റെ പിൻപിൽ കണ്ണുനീര് വളരെ ആവശ്യമാണ്. നമ്മുടെ തലമുറ നമ്മുടെ കണ്ണുനീര് കാണുവാൻ ഇടയായി തീരണം. രാത്രിയിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരിമാരോട് ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ കണ്ണുനീരും കരച്ചിലും അവർ കേൾക്കണം. നിങ്ങളുടെ കണ്ണുനീരും കരച്ചിലും അവർ കേൾക്കണം. ഞാൻ എൻ്റെ അമ്മയുടെ മുറിയുടെ വാതിക്കൽ വന്ന് രഹസ്യമായി നിന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ കണ്ണുനീരെന്നുള്ളത്? എന്തിനു വേണ്ടിയാണ് ഈ കരച്ചിൽ എന്നുള്ളത്? എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, എത്ര നാളുകളായി ഭൗതികമായി നിങ്ങൾ ഒരുപക്ഷെ അധ്വാനിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ അടിത്തറയ്ക്ക് വേണ്ടി നിങ്ങൾ ആവോളം ഭൗമികമായി അധ്വാനിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ കണ്ണുനീരോടെ വിതയ്ക്കുന്ന എത്ര സഹോദരിമാര് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്? എത്ര നാളുകളായി നിങ്ങൾക്ക് ദൈവം തന്ന നിങ്ങളുടെ തലമുറ നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് എന്തു കണ്ടാണ് അവർ വളരുന്നത്?
എന്ത് കണ്ടാണ് അവർ വളർന്നു വരുന്നത്? എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കണ്ണുനീര് അവർ കാണുവാനിടയായി തീരട്ടെ, നമ്മുടെ പ്രാർത്ഥന അവർ കേൾക്കുവാനിടയായി തീരട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അല്ലയോ യെരൂശലേം പുത്രിമാരെ, നിങ്ങളാരും എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും ഓർത്ത് കരയുവീനെന്ന് കർത്താവ് പറഞ്ഞത്. ദൈവവചനത്തിന്റെ ഉടനീളം നാം നോക്കുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ആരൊക്കെ കണ്ണുനീരോടെ കരഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ആ ഉദാഹരണങ്ങൾ എന്തിനു വേണ്ടിയാണ്? നമുക്കൊരു പാഠമായിട്ട് മാത്രമാണ്, നമുക്കൊരു പാഠമായിട്ട് നാം മുറുകെ പിടിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാനിടയായി തീരട്ടെ. അതിനൊരു തീരുമാനം എടുക്കുവാൻ ഈ ക്യാമ്പ് മുഖാന്തരമായി തീരട്ടെ. കർത്താവേ, ഇനിയും എനിക്ക് ആയുസ് മുൻപോട്ട് നൽകുന്നുവെങ്കിൽ, ഇനിയും എനിക്ക് ആരോഗ്യം മുൻപോട്ട് നൽകുന്നുവെങ്കിൽ, ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, 1440 മിനിറ്റ് ഒരു ദിവസമുണ്ട്. ഇതിൽ ചില മിനിറ്റുകൾ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ഞാൻ കണ്ണുനീരോടുകൂടെ എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള തീരുമാനത്തോടുകൂടെ ചില സഹോദരിമാർ ഈ ക്യാമ്പിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ ക്യാമ്പ് അനുഗ്രഹമായി തീരും. ഇവിടെയുള്ള സ്ഥലം സഭ ഇതിന്റെ പിൻപിൽ അധ്വാനിക്കുന്ന അധ്വാനം അത് അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. കർത്താവ് സഹായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വ്യക്തിപരമായ പ്രാർത്ഥന, 2 കുടുംബ പ്രാർത്ഥനയെ കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. നീതിമാന്റെ കൂടാരത്തിൽ നിന്ന് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഉയരുന്നു. നീതിമാന്റെ കൂടാരം, നീതിമാന്റെ കൂടാരം, നീതിമാന്റെ കൂടാരത്തിൽ നിന്ന് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഉയരുന്നു. ഒരു മാതൃകാ കുടുംബം, അതൊരു പ്രാർത്ഥനയുള്ള കുടുംബമായി തീരണം. വ്യക്തിപരമായ പ്രാർത്ഥന, 2 കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ ചില നാളുകൾക്ക് മുൻപ് ഞാൻ കഴിഞ്ഞ ദിവസം അത് ഓർമ്മിപ്പിച്ച വിഷയമാണ് തോന്നുന്നു. ഒരു ക്യാമ്പിൽ അനേക ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വേറൊരു ചോദ്യമായിരുന്നു, കുടുംബ പ്രാർത്ഥനയുള്ള എത്ര ഭവനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടോ? അവിടെ ടിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡോ മാർക്ക് ചെയ്യാം. 100-120ഓളം യുവതി-യുവാക്കൾ കൂടിയ ഒരു ക്യാമ്പാണ്. ആ ക്യാമ്പിൽ ആ ഇവാലുവേഷൻ ഷീറ്റ്, ആ ഒരു ഫോം അത് ഫില്ല് ചെയ്ത് കിട്ടിയതിന് ശേഷം നോക്കിയപ്പോൾ ഒരു 75-80% വീടുകളിലും കുടുംബ പ്രാർത്ഥനയില്ല. കുഞ്ഞുങ്ങൾ ആത്മാർത്ഥതയോടെ എഴുതിയേൽക്കുന്നത്. കാരണം അതിനു മുൻപ് 1-2 വാക്യങ്ങളൊക്കെ എഴുതി, 1-2 കാര്യങ്ങൾ എഴുതി. നിങ്ങൾ ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പൂർണ്ണ ബോധ്യത്തോടു കൂടെ വേണം നിങ്ങൾ എഴുതുവാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു, പേരാരും എഴുതണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ പേരെഴുതുവാൻ പറഞ്ഞിരുന്നുവെങ്കിൽ അവർ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ എഴുതുകയില്ല. പേരാരും എഴുതണ്ട എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ നിന്ന് ആ ഒരു ഇവാലുവേഷൻ ഷീറ്റ് കയ്യിലേക്ക് കിട്ടുമ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് അറിയുവാൻ വേണ്ടി മാത്രമാണ്. അനേക ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 20-25 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 70-75% കുഞ്ഞുങ്ങളും ആ ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് എഴുതിയത്. കുടുംബ പ്രാർത്ഥന ആരുടെ കുഴപ്പമാ? ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെയോ യുവതി-യുവാക്കളുടെയോ കുഴപ്പമാണോ? ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കുഴപ്പമാണോ? മാതാപിതാക്കളെ നമ്മൾക്കല്ലേ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ആത്മീയ മൂല്യച്യുതി, അടുത്ത തലമുറയുടെ ഒരു ആത്മീയ മൂല്യച്യുതി നമ്മുടെ മധ്യത്തിൽ സംഭവിക്കുന്നതിന്റെ പിൻപിൽ മാതാപിതാക്കളായ നാം ആണ് എന്നുള്ളത് തുറന്ന് സമ്മതിക്കേണ്ട ഒരു വിഷയമാണ്. കുടുംബ പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങൾ വേർപെട്ട ദൈവജനത്തിന്റെ നടുവിൽ വർദ്ധിച്ചു വരികയാണ്. നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം ഉയരുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന എന്താണെന്ന് പോലും അറിയുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടമായി. ചില നാളുകൾക്ക് മുൻപ് 10-26 വയസ്സുള്ള വളരെ അടുത്തറിയാവുന്ന ഒരു കുടുംബമാണ്. 27 വയസ്സുണ്ട് ആ മകൻ. ആ മകൻ വിവാഹം കഴിച്ചു. ആ മകൾക്ക് 24 വയസ്സുണ്ട്.
അവൾക്ക് നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു മകളാണ്. വീട്ടിൽ വന്നു. വിവാഹം കഴിഞ്ഞ് 2ാമത്തെ ദിവസം കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുകയാണ്. മകൻ്റെ പിതാവ് ഈ മരുമകളോട് പറഞ്ഞു, ആ വീട്ടിൽ മിക്കവാറും എല്ലാവരും തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. അവൻ മരുമകളോട് പറഞ്ഞു, ഇന്ന് രാത്രി മോളും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആദ്യം അവൾ ഒരു മടി കാണിച്ചു, അതിനുശേഷം അവൾ പ്രാർത്ഥിച്ചു. ആ പിതാവ് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. എവിടെ തുടങ്ങണം, എന്തു പ്രാർത്ഥിക്കണം, എവിടെ അവസാനിപ്പിക്കണം അറിയില്ല. പാരമ്പര്യമോ 4ാം തലമുറയാണ്. 4ാം തലമുറ ഒരു പക്ഷേ പറഞ്ഞാൽ നിങ്ങൾക്കും ഒരു പക്ഷേ അറിയാം. 4ാം തലമുറയാണ്. 4ാം തലമുറയിലുള്ള ഒരു മകളാണ്. ഉന്നത വിദ്യാഭ്യാസമുണ്ട്. അപ്പനെയും അമ്മയെയും കുറിച്ചൊക്കെ പലർക്കും അറിയാം. പക്ഷേ അവൾക്ക് എങ്ങനെ തുടങ്ങണം, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം? ആ പിതാവ് സന്തോഷത്തോടെയല്ല പറഞ്ഞത്. ആ മകന്റെ പിതാവ് വളരെ വേദനയോടുകൂടെ പറഞ്ഞ ഒരു വാക്കാണ്, എൻ്റെ ബ്രദറെ, എന്ത് പറയണമെന്ന് അറിയില്ല. നമ്മുടെ മധ്യത്തിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യമാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വേർപെട്ട ദൈവജനത്തിന് നടുവിൽ ഉണ്ടാകുന്നു? കുടുംബ പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിൻപിലുള്ള കാരണം. ഈ കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: രാത്രിയുടെ ഓടാമ്പൽ എന്നാണ് രാത്രിയിലത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്. വീടൊക്കെ ഓടാമ്പലിട്ട് അടച്ച് പൂട്ടുന്നത് പോലെ രാത്രിയുടെ ഓടാമ്പലാണ് ഈ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രഭാതത്തിലെ പ്രാർത്ഥന പകലിൻ്റെ താക്കോൽ എന്നാണ് പറയുന്നത്. പകലിൻ്റെ താക്കോൽ തുറന്ന് പുറത്തോട്ടിറങ്ങുന്ന ഒരു താക്കോലാണ് പ്രഭാത പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇന്ന് അനേക ഭവനങ്ങളിൽ ഇതില്ല. കേവലം രാവിലെ 5 മണിക്കോ 5:30ക്കോ എഴുന്നേൽക്കും. ഓരോ മുറിയിൽ നിന്ന് അവരവർ എഴുന്നേൽക്കും, ദിനകൃത്യങ്ങൾ ചെയ്യും, മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകും. ആ കേവലം ആത്മീകമായ കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ലാതെ മുൻപോട്ട് പോവുക. ചില വർഷങ്ങൾക്ക് മുൻപൊക്കെ ദിനമതിൻ തുടസമതിൻ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികയില്ല എന്നുള്ള പാട്ടൊക്കെ നമുക്കറിയാം. ഇന്ന് രാത്രി ഇങ്ങനെയൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ 15 വയസ്സിൽ താഴെയുള്ള എത്ര കുഞ്ഞുങ്ങൾക്ക് ഈ പാട്ടറിയാം? വളരെ വേദനയോടുകൂടിയാണ് മാതാപിതാക്കളോട് ചോദിക്കുന്നത്. ഒരു കാലത്ത് നാം ഇതൊക്കെ മനഃപ്പാഠമായി പഠിച്ചില്ലേ? ഇവിടെ ഇരിക്കുന്ന 45 വയസ്സിന് മുകളിലുള്ള അമ്മമാരോടും സഹോദരന്മാരോടും ചോദിക്കട്ടെ, നാമൊക്കെ ഈ പാട്ട് മനഃപ്പാഠമായി പഠിച്ചില്ലേ? ആരും പഠിപ്പിച്ചതല്ല, കേട്ടു പഠിച്ചതാണ്. ദിനമതിൽ തുടസമതിൽ മനുവേലിൻ മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്കറിയാം? എവിടെയാ സംഭവിക്കുന്ന പരാജയം? കുടുംബ പ്രാർത്ഥന നമ്മുടെ ഭവനങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവായി നാം കാണേണ്ടത്. പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. അബ്രഹാമിന്റെ കുടുംബം ഒരു പ്രാർത്ഥന കുടുംബം എന്ന നിലയിൽ 1-2 വേദഭാഗങ്ങളുടെ ബന്ധത്തിൽ നാം അത്രയും വിഷയങ്ങൾ ചിന്തിച്ച് മുൻപോട്ട് പോവുകയായിരുന്നു. അബ്രഹാമിന്റെ കുടുംബം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അബ്രഹാമിന്റെ കുടുംബത്തിന്റെ വേറൊരു പ്രത്യേകത, ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭു ആകുന്നു. സാറ മരിച്ചു. ഒരു ശ്മശാനത്തിന് വേണ്ടി അബ്രഹാം ഇങ്ങനെ അന്വേഷിക്കുക. ആ സമയത്ത് അബ്രഹാമിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യമാണ്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാകുന്നു. ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. അബ്രഹാമിൻ്റെ കുടുംബമുണ്ടല്ലോ, ദേശത്തൊരു സാക്ഷ്യമുള്ള കുടുംബമായിരുന്നു. നീ ഉണ്ടല്ലോ, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവാണ്. മറ്റുള്ളവർ അബ്രഹാമിനെ കുറിച്ച് പറയുക, എന്ത് നല്ല സാക്ഷ്യമുള്ള ഒരു കുടുംബമായിരുന്നു. അബ്രഹാം
അബ്രഹാമിന്റെ കുടുംബത്തിന്റെ പ്രത്യേകതകളാണ് നാം ചിന്തിച്ച് മുൻപോട്ട് വരുന്നത്. അതിൽ വേറൊരു പ്രത്യേകതയാണ് ഒരു സാക്ഷ്യമുള്ള കുടുംബം, ദേശത്ത് സാക്ഷ്യമുള്ള കുടുംബം, സമൂഹത്ത് സാക്ഷ്യമുള്ള കുടുംബം, മറ്റുള്ളവരുടെ നടുവിൽ സാക്ഷ്യമുള്ള കുടുംബം. അതിനേക്കാൾ സാക്ഷ്യം വേറെ ഇനി ഒന്നുമില്ല. ദേശത്ത് സാക്ഷ്യമുള്ള കുടുംബങ്ങൾ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അങ്ങനെയുള്ള കുടുംബങ്ങളായി നമ്മുടെയും കുടുംബങ്ങളായി തീരാം. അങ്ങനെയുള്ള കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളായി തീരാം. ദേശത്ത് നല്ല സാക്ഷ്യമുള്ള കുടുംബം. നാം കഴിഞ്ഞ ദിവസം ആ ഏലിശയെ കുറിച്ച് ചിന്തിച്ച ഒരു വിഷയമുണ്ട്. ആ ശൂന്യകാരത്തി പറയുന്ന ഒരു വാക്ക്, ആ ശൂന്യകാരത്തിയുടെ വീടിന് മുൻപിലൂടെ ആ കൂടെ നടന്നു പോകുന്ന ഏലിശ എന്ന വിശുദ്ധനായ ആ ദൈവപുരുഷനെ, ആ മനുഷ്യനെ കുറിച്ച് ഈ സ്ത്രീ പറയുകയാണ്, അദ്ദേഹം വിശുദ്ധനായൊരു ദൈവ മനുഷ്യൻ. ഒന്നും ചെയ്തിട്ടല്ല. ഈ സ്ത്രീയുടെ ഭവനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ടൊരു വലിയ പ്രസംഗം നടത്തിയിട്ടല്ല, ഒരു വലിയ പ്രഭാഷണം നടത്തിയിട്ടല്ല, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടല്ല. ആ മനുഷ്യൻ ആ വഴിയിലൂടെ പോകുന്നത് തന്നെ കണ്ടപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി, ഇദ്ദേഹം വിശുദ്ധനായൊരു ദൈവപുരുഷൻ. നല്ല സാക്ഷ്യം. ദേശത്ത് നല്ല സാക്ഷ്യമുള്ള കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ തീരാം. ഇന്ന് രാത്രി ആ വിഷയം ഇങ്ങനെ പറയട്ടെ. ദേശത്ത് നല്ല സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ സാക്ഷ്യം നാം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ നടുവിൽ നമുക്ക് ചെയ്യാവുന്നതൊക്കെ നാം ചെയ്യണം. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, വിശേഷാൽ ദൈവമക്കൾക്കും സഹവിശ്വാസികൾക്കും മറ്റുള്ളവർക്കും നന്മ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്കും നന്മ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ സഹോദരി സഹോദരന്മാർ ഇങ്ങനെ പറയട്ടെ, നാം പാർക്കുന്ന ഭവനമുണ്ടല്ലോ, ആ ഭവനം ദേശത്ത് സാക്ഷ്യമുള്ള ഭവനമായി തീരുമ്പോൾ തന്നെ നമ്മുടെ ഭവനങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമുള്ള ഭവനമായി തീരണം. ഒരു തുറക്കപ്പെട്ട ഭവനമായി നമ്മുടെ ഭവനം തീരണം. അങ്ങനെയുള്ള എത്ര ഭവനങ്ങൾ ഈ നാളുകളിലുണ്ട്. വേർപെട്ട ദൈവജനത്തിന്റെ നടുവിൽ അങ്ങനെയുള്ള എത്ര ഭവനങ്ങളുണ്ട്. നാളുകൾക്ക് മുൻപൊക്കെ, വർഷങ്ങൾക്ക് മുൻപൊക്കെ നമ്മുടെയൊക്കെ വല്യപ്പച്ചന്മാരുടെയും വല്യമ്മച്ചിമാരുടെയും കാലത്ത് ആർക്കും ഓടി വരാവുന്ന അഭയസ്ഥാനമായിരുന്നു നമ്മുടെയൊക്കെ ഭവനങ്ങൾ. ഒരു സങ്കേത നഗരം പോലെ ആർക്കും ഓടി വരാവുന്ന ഭവനങ്ങളായിരുന്നു നമ്മുടെയൊക്കെ ഭവനങ്ങൾ. പക്ഷേ ഇന്ന് കാലമൊക്കെ മാറി, കാര്യങ്ങളൊക്കെ മാറി. ഇന്ന് നാം ആയി, നമ്മുടെ കുടുംബമായി. മറ്റൊന്നും നമുക്ക് വിഷയമല്ല. എൻ്റെ ഇടത്തുള്ളിടത്ത്, എൻ്റെ വലത്തുള്ളിടത്ത്, എൻ്റെ മുൻപിലോ പുറകിലോ എന്തും സംഭവിച്ചു കൊള്ളട്ടെ, എനിക്കത് വിഷയമല്ല. നാം തബീതയെ കുറിച്ച് വായിക്കുന്നുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം. തബീത, അവൾ പെട്ടെന്ന് മരിച്ചു. അവളുടെ മൃതശരീരത്തിന് സമീപത്ത് ചില വിധവമാർ വന്ന് വാവിട്ട് കരയുകയാണ്. എന്താ? അവർ കരയുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ ചില കുപ്പായങ്ങളുണ്ട്. ആ കുപ്പായങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് വിധവമാർ വന്ന് വാവിട്ട് കരയുകയാണ്. അതിന്റെ പിൻപിൽ എന്താണ്? ഈ വിധവമാർക്ക് ചില നാളുകൾക്ക് മുൻപ് ഈ തബീത ആരോഗ്യത്തോടിരുന്നപ്പോൾ അവൾ തുന്നിക്കൊടുത്ത കുപ്പായങ്ങളാണ്. ആർക്ക? വിധവമാർക്ക്. ചില ധനാഢ്യന്മാർ വന്ന് കരഞ്ഞു എന്നല്ല ദൈവവചനത്തിൽ എഴുതി വെച്ചുള്ളത്. ചില പാവപ്പെട്ടവർ, ചില വിധവമാർ വന്ന് ഈ കുപ്പായങ്ങളുമായി തബീതയുടെ മൃതശരീരത്തിന് ചുറ്റും നിൽക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഇങ്ങനെ ചോദിക്കട്ടെ, ദേശത്ത് നമ്മുടെ സാക്ഷ്യം എങ്ങനെയുണ്ട്? ആ തബീതയുടെ മൃതശരീരത്തിന് സമീപം ചില വിധവമാർ അവൾ ഉണ്ടാക്കിക്കൊടുത്ത കുപ്പായങ്ങളുമായി കണ്ണുനീരോടെ നിന്നുവെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഇങ്ങനെ ചോദിക്കട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെയും കണ്ണുകൾ തിരുമ്മിയടയ്ക്കും. നമ്മുടെ കണ്ണുകൾ തിരുമ്മിയടയ്ക്കുമ്പോൾ ഇങ്ങനെ കരയുന്ന ചില വിധവമാരുണ്ടായിരിക്കുമോ? ചില പാവപ്പെട്ടവരുണ്ടായിരിക്കുമോ? നമ്മുടെ മൃതശരീരത്തിന് സമീപത്ത് നിന്നുകൊണ്ട് കണ്ണുനീരോടെ നിലവിളിക്കുന്ന ചില വിധവമാരും പാവപ്പെട്ടവരും ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ സാക്ഷ്യം അതാ. ദേശത്തതാ നമ്മുടെ സാക്ഷ്യം. ദേശത്തുള്ള ചില പാവപ്പെട്ടവർ, ചില വിധവമാർ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ചില ജീവിതങ്ങൾ നമ്മുടെ മൃതശരീരത്തിന് സമീപത്തും വന്നു നിന്നുകൊണ്ട് അവർ നിലവിളിക്കുവാൻ ഇടയായി തീരണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
അബ്രഹാമിൻ്റെ കുടുംബമുണ്ടല്ലോ, ദേശത്തൊരു സാക്ഷ്യമുള്ള കുടുംബമായിരുന്നു. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ആയിത്തീരാം, ആത്മീയ സാക്ഷ്യമുള്ള കുടുംബങ്ങളായി, കർത്താവിനെ സ്നേഹിക്കുന്ന ഭവനങ്ങളായി. യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നൊരു വാക്കുണ്ട്, കുഞ്ഞുങ്ങളെ, വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലൂടെ സ്നേഹം വെളിപ്പെടുത്തുക. വാക്കുകൊണ്ടും നാവുകൊണ്ടും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം. വാക്കുകൊണ്ടും നാവുകൊണ്ടുമല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ഇടയായി തീരട്ടെ. നമ്മുടെ ദേശത്ത് കർത്താവിൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്താം. നമ്മുടെ ദേശത്ത് കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവരുടെ മുൻപിൽ വെളിപ്പെടുത്തുവാൻ ഇടയായി തീരട്ടെ. അതിൻ്റെ പിൻപിൽ ഒത്തിരി അധ്വാനമുണ്ട്, അതിൻ്റെ പിൻപിൽ ഒത്തിരി വിട്ടുവീഴ്ചയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഒത്തിരി താഴേണ്ട അനുഭവം വരും. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകൾ അല്പം മുഷിഞ്ഞുവെന്ന് വരും. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് ഒരു ഭവനത്തിൽ വന്നു, ആ ഭവനത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് ഒരു പക്ഷപാതക്കാരനെ താഴോട്ട് ഇറക്കി. നമ്മൾ അനുവദിക്കുമോ? നമ്മളെ ബ്രദറുകാരായ നമ്മൾ അനുവദിക്കുമോ? വളരെ ആത്മാർത്ഥതയോടെ ഇവിടെയുള്ള നെല്ലിക്കുന്നുള്ള ദൈവജനത്തോട് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് അനുവദിക്കും? കർത്താവ് ഭവനത്തിലുണ്ട്, ഒരു പക്ഷപാതക്കാരനെ കൊണ്ട് നമ്മുടെ മേൽക്കൂര പൊളിക്കുവാൻ വേണ്ടി ആളുകൾ തയ്യാറായാൽ നമ്മൾ എത്ര പേര് അനുവദിക്കും? ഇന്ന് രാത്രി പറയട്ടെ, അല്പം നഷ്ടങ്ങളൊക്കെ വരും, അല്പം താഴ്ചകളൊക്കെ വരും, ഒരുപക്ഷെ മുഷിഞ്ഞു എന്ന് വരും, ഒരുപക്ഷെ ചിലരൊക്കെ കയറി ഇറങ്ങി ചവിട്ടി എന്നൊക്കെ വരും. എന്തിനു വേണ്ടിയാ? കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 4 ചുവരിലുള്ളൊരു ജീവിതമായി ഇല്ലേ നമ്മുടെ? 4 ചുവരിനുള്ളിലുള്ള ഒരു ജീവിതമല്ലേ? ദേശത്ത് എവിടെയാണ് നമ്മുടെ സാക്ഷ്യം? ദേശത്ത് നമ്മുടെ സാക്ഷ്യം ഒന്ന് നിലനിർത്താം. നാം വലിയ വലിയ കൺവെൻഷൻ നടത്തിയില്ലെങ്കിലും, വലിയ വലിയ പരസ്യയോഗങ്ങൾ നടത്തിയില്ലെങ്കിലും, നാം പാർക്കുന്ന ഭവനത്തിന് ചുറ്റും കർത്താവിന്റെ സ്നേഹം ഒന്നും വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ ഒന്നുമില്ല. അതിനവസരങ്ങൾ നമ്മുടെ മുൻപിൽ വരും. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ്, ചില സ്ഥലങ്ങളിലൊക്കെ ആ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ച ഒരു വിഷയമാണ്. ഒരു ഭവനത്ത് 10, 25, 30 സഹോദരന്മാരോളം ഒരു സ്ഥലത്ത് പ്രത്യേക ക്യാമ്പ് ചെയ്ത് ഭവന സന്ദർശനം നടത്തുകയാണ്. വൈകുന്നേരം സുവിശേഷ യോഗവുമുണ്ട്. അങ്ങനെ അവർ വീടുകൾ കയറി പോകുമ്പോൾ ഒരു വീട്ടിൽ ചെന്നു. ബെല്ലടിച്ചു. വീട്ടിലുള്ളവർ ഇറങ്ങി വന്നു. ഞങ്ങൾ ഇന്ന സഭയിൽ, ബ്രദറൻ സഭയിലുള്ള ആ സഭയോട് ചേർന്ന് ഈ 3 ദിവസം ഇവിടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ഭവനത്തിലും വന്നതാണ്. ഉടനെ ആ ഭവനത്തിലുള്ളവർ പറഞ്ഞു, ഒരു വാക്ക് പോലും നിങ്ങൾ ഇനി പറയണ്ട, നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞു. വീണ്ടും അവരെന്ത് ചെയ്തു? ഒരു ബുക്കിലെറ്റോ ട്രാക്റ്റോ വായിക്കാൻ തരട്ടെ എന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞു. വൈകുന്നേരത്തെ സുവിശേഷ യോഗത്തിൻ്റെ കാര്യം പറയുവാൻ വേണ്ടി വീണ്ടും അല്പസമയം തന്നു. ഉടനെ ആ കുടുംബനാഥൻ, ആ വീട്ടിൻ്റെ ആ കുടുംബനാഥൻ വളരെ വികാരഭരിതനായി ചില കാര്യങ്ങൾ പറഞ്ഞു. വേണ്ട, നിങ്ങളുടെ ആ സഭയിലുള്ള ഒരു കുടുംബമാണ്, തൊട്ടടുത്തുള്ള ഒരു മതിലിൻ്റെ ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചില മാസങ്ങൾക്ക് മുൻപ് എൻ്റെ മകൻ സൗദിയിൽ കിടന്ന് പെട്ടെന്ന് മരിച്ചു. 30 വയസ്സേ ഉള്ളായിരുന്നു. ആ മകൻ്റെ മരണവാർത്ത അറിഞ്ഞ് നിങ്ങളുടെ സഭയിലുള്ള കുടുംബത്തിലുള്ളവരും ഈ ദേശത്തുള്ളവരുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. 6 or 7 ദിവസം എടുത്തു മൃതശരീരം നാട്ടിൽ വരുവാനായിട്ട്. ആ 7 ദിവസം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഇളയ മകളും ഞങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ തന്നത് ഈ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ ഭവനമൊഴികെ ബാക്കിയുള്ള ആൾ. നടന്ന സംഭവമാണ്. നിങ്ങളുടെ ഭവനം ഒഴികെ ബാക്കിയുള്ള ആൾ. തൊട്ട് മുൻപിലുള്ളത് ഒരു ഹൈന്ദവ ഭവനമാണ്. ആ സമീപത്തുള്ളത് ചില കത്തോലിക്ക ഭവനങ്ങളാണ്. ഈ ഭവനത്തുള്ളവരാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേതും 4 മണിക്കത്തേതും വൈകുന്നേരത്തേതും 6-7 ദിവസം ഞങ്ങളൊന്നും ചെയ്തില്ല. ഈ കുടുംബങ്ങളാണ് ഞങ്ങളെ ആ ദിവസങ്ങൾ പുലർത്തുവാൻ ഇടയായത്. ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും നിങ്ങളുടെ ഭവനം ഞങ്ങൾക്ക് തന്നില്ല.
അടക്ക ദിവസം വന്നു, രാവിലെ മുതൽ മോർച്ചറിയിലൊക്കെ വന്നു, രാവിലെ മുതൽ ആ കഴിയുന്ന സമയം വരെയും ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ചു. പക്ഷേ ഇന്ന് രാത്രി പറയട്ടെ, ചെയ്യേണ്ടുന്നത് അതാത് സമയങ്ങൾ നാം ചെയ്യണം. ആ കുടുംബത്തിന്റെ കണ്ണുനീര് ഒരിക്കലും മാറുകയില്ല. ആ സാക്ഷ്യം ഇനി ഒരിക്കലും തിരിച്ചെടുക്കുവാനും സാധ്യമല്ല. നമ്മുടെ ഭവനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദേശത്ത് സാക്ഷ്യമുള്ള കുടുംബങ്ങളായി നമുക്ക് തീരാം. നമുക്കെന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് ചിന്തിക്കാം. എൻ്റെ കർത്താവേ, ഞാൻ പാർക്കുന്ന എൻ്റെ സ്ഥലത്ത് എനിക്കെന്താ ചെയ്യാൻ കഴിയുന്നത്? എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും? അതിനുള്ള അവസരം എൻ്റെ മുൻപിൽ വരുമ്പോൾ ഞാൻ ഞാനത് പാഴാക്കരുത്. ആ അവസരം ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമിന്റെ കുടുംബം ഒരു മാതൃകാ കുടുംബം എന്ന നിലയിൽ നമ്മുടെ മുൻപിൽ നിൽക്കട്ടെ. ദൈവശബ്ദം കേൾക്കുന്ന കുടുംബമായി, ഉചിതമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയ കുടുംബമായി, കർത്താവിന്റെ സമയത്തിനു വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന ഒരു കുടുംബം, അതിഥി സൽക്കാരം ചെയ്ത ഒരു കുടുംബം, അടുത്ത തലമുറയെ ദൈവിക പ്രമാണമനുസരിച്ച് വളർത്തിയ ഒരു കുടുംബം, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത ഒരു കുടുംബം, ദേശത്ത് നല്ല സാക്ഷ്യമുള്ള ഒരു കുടുംബം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ ഇനി അനേക പ്രത്യേകതകൾ കണ്ടു എന്ന് വരും. ഇതിൽ ചിലതൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരാം. കർത്താവേ, ഈ കേട്ടതിൽ ചിലതൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ ക്യാമ്പിൽ നിന്ന് മടങ്ങിപ്പോകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കേവലം വന്നു കേവലം പോകുന്നുവെന്നല്ല, ചില തീരുമാനങ്ങളോട്, കണ്ണുനീരോട്, ചില ഹൃദയത്തിൽ നിന്ന് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുവാൻ ഈ ക്യാമ്പ് മുഖാന്തരമായി തീരട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങൾ ഈ നാളുകളിൽ എഴുന്നേൽപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. നാം ഇന്ന് കണ്ണുനീരോടെ വിതച്ചാൽ ആർപ്പോടെ കൊയ്യുന്ന നാളുകൾ നമ്മുടെ മുൻപിലുണ്ട്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഒന്നുമില്ല എങ്കിലും അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് കരയാം. നമ്മുടെ കണ്ണിലെ കണ്ണുനീര് അവർക്ക് വേണ്ടിയായി തീരട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീർ ഒഴിക്കുന്ന ഒരു അമ്മയായി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീർ ഒഴിക്കുന്ന ഒരു പിതാവായി നമുക്ക് മാറാം. അതാണ് ഈ നാളുകളിൽ ഏറ്റവും ആവശ്യമായുള്ളത്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, നിങ്ങളുടെ ചിരി കരച്ചിലായി തീരട്ടെ. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങളുടെ ചിരി കരച്ചിലായി തീരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അബ്രഹാമിന്റെ കുടുംബത്തിന്റെ ചില പ്രത്യേകതകൾ നമ്മുടെയും കുടുംബത്തിന്റെ ചില പ്രത്യേകതകളായി തീരുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.